Dear students, today I want to discuss Kerala Engineering CHAPTERWISE previous year questions. Rigid body dynamics അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അനാലിസിസ് നടത്തുമ്പോൾ മിനിമം 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം വെളിവാക്കുന്നു. So we can move with the first question from 2020. A disc spinning at the rate 27.5 radian per second is slowed at the rate 10 radian per second square. The time after which it will come to rest. So a disc is there and it spins with an angular velocity, say initial 27.5 radian per second, with a deceleration that is given as is equal to 10 radian per second square. Because of deceleration we can say negative sign. The time after which it will come to rest, that means the final angular velocity becomes 0 and we need to find what is the equation for time. നമ്മുടെ വൺ ഡയമെൻഷണൽ ഇക്വേഷൻസ് ഉപയോഗിക്കുന്ന മാതിരി തന്നെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം അവ ഉപയോഗിക്കുന്ന യോജിപ്പിക്കുന്ന ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. സോ ഇൻ പ്ലേസ് ഓഫ് v is equal to u plus at, we can easily use the corresponding relation in rotational motion as omega t is equal to omega 0 plus alpha t. That is omega t minus omega 0 is equal to alpha into t. Therefore, we get the equation for the time is equal to the change in angular velocity, that division by acceleration. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ ഒമേഗ 0 എന്ന് പറയുന്നത് 27.5 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ആൽഫ, ദാറ്റ് ആംഗുലാർ acceleration, that is given as is equal to 10. Then you can 27.5 by 10, that is 2.75 that much second. So we get the answer as the first choice. We can move with the next one, number 2. Here the 4 particles of masses m1 equal to 1 kilogram, m2 2 kilogram, m3 1 kilogram and m4 are placed at the 4 corners of a square. The mass m4 required so that the center of mass of all the particles is exactly at the center of the square. അപ്പോൾ നമുക്ക് ആ സ്ക്വയറിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ബട്ട് വിത്ത് എ കൺസിഡറേഷൻ നമ്മളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ or the origin of that square is at the center of the square. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 0 എന്ന് പറയത്തക്ക തരത്തിൽ. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമുക്കറിയാം. 2x ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. യെസ്, അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ആ മാസസുകളെ നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ മാസസ് പറയുന്നത് ഓർക്കാം. ദാറ്റ് m1 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. ദാറ്റ് m2 എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ദാറ്റ് m3 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. ആൻഡ് m4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് we need to find it. That is ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ m1ഉം m3യും സിമെട്രിക്കലിയാണ്. അങ്ങനെയാണെങ്കിൽ m2ഉം m4ഉം ആകണ്ടേ in order to be center of mass there. അങ്ങനെയാണെങ്കിൽ
M4ൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി 2 കിലോഗ്രാം. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം ആ 4 മാസിൻ്റെയും കോർഡിനേറ്റിനുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് പോസിറ്റീവ് എക്സും ഇത് മൈനസ് എക്സും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് y കൺസെപ്റ്റിൽ പോസിറ്റീവ് എക്സ് ആയിട്ട് എടുക്കാം. ഇത് മൈനസ് വൈ ആണെങ്കിൽ നമുക്ക് നമ്മുടെ M2ൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. M1 എന്ന് പറയുന്നത് മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. M3 എന്ന് പറയുന്നത് പ്ലസ് എക്സ് മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് എക്സ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ M1x1 പ്ലസ് M2x2 പ്ലസ് M3x3 പ്ലസ് M4x4 division by the total mass, that is M1 plus M2 plus M3 plus M4 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് the center of mass of the system that is given as is equal to 0, that is 0 equal to the M1, that value is 1 into x1, that is minus x, plus M2, that is 2 into x2 as x, M3, that is 1 into x, yes, plus M4, that is we needed to find it, and x4, that is minus x, that divided by M1 plus M2 plus M3 plus M4. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരുന്നത് നമുക്കിത് ഉറപ്പായിട്ടും ക്രോസ് ചെയ്യുമ്പോൾ അത് 0 ആയി മാറിയും. സോ 0 ഈക്വൽ ടു വീണ്ടും മൈനസ് എക്സ് പ്ലസ് 2x പ്ലസ് എക്സ് മൈനസ് M4x ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എക്സും എക്സും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ദാറ്റ് 2x M4x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into x, x cancel. That is M4 is equal to, that is nothing but equal to, yes, 2 kilogram. So we get the E choice. So we can move with the question number 31. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. എ സോളിഡ് സ്പിയർ that radius r is revolving about one of its diameter. So r radius ഉള്ള ഒരു സോളിഡ് സ്പിയർ ഉണ്ട്. അതിൻ്റെ ആക്സിസിൽ ഡയമീറ്റർ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാണ് വിത്ത് an angular velocity ഒമേഗ. If it is suddenly uniformly expands, its radius increases to n times. That means the second കേസിൽ R2 എന്ന് പറയുന്നത് n ടൈംസ് r ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ ആങ്കുലർ വെലോസിറ്റി? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് വി നോ ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, വി നോ ദ കൺസെപ്റ്റ് ആങ്കുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ റൊട്ടേഷണൽ ആസ്പെക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലറിയാം ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് m ഇൻറ്റു വി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ കൺസെപ്റ്റ് എടുക്കുമ്പോൾ ലീനിയർ മൊമെൻറ്റിന് പകരം എല്ലും ലീനിയർ മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും വെലോസിറ്റിക്ക് പകരം ഒമേഗയുമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൽ ഈക്വൽ ടു ഐ ഒമേഗ രണ്ട് സിറ്റുവേഷനുകളിൽ നമുക്ക് പറയാം. I1 omega 1 should equal to that I2 omega 2. അപ്പോൾ നമ്മുടെ I1 എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള റിലേഷൻ കിട്ടിയത് 2/5 m ഇൻറ്റു അവൻ്റെ ഇനിഷ്യൽ റേഡിയസ്, ദറ്റ് ഈസ് R1 സ്ക്വയർ ഇൻറ്റു ഒമേഗ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു. രണ്ടാമത്തെ കേസിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഡബിൾ ആസ് n ടൈംസ് ഓഫ് r ആസ് ദാറ്റ് ഓഫ് ദ ഇനിഷ്യൽ.
that much into omega 2, we need to find it. അവിടെ 2 pi m 2 by 5 m cancel ആയി. R1 square initial ആണല്ലോ ഇവിടുത്തെ R square. So we can write it to be omega is equal to that n square times of omega 2. Therefore, our final angular velocity become omega by n square. Conservation of angular momentum വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ചത്. സോ 2020 തന്നെ 4ാമത്തെ, പക്ഷെ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ശ്രദ്ധിക്കാം. എ റിംഗ് റോൾസ് ഡൗൺ ഫ്രം ദ ടോപ്പ് to bottom of an inclined plane and it takes a time t1. If it slides, it takes a time t2. Then the ratio t2 square by t1 square. So അവിടെ ആദ്യം നമ്മുടെ മനസ്സിൽ ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്പെറിക്കൽ ബോഡി സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0 ആകുന്ന ഒരു സിറ്റുവേഷനിൽ അത് മൂവ് ചെയ്യുന്ന ആക്സിലറേഷനെ പറ്റി നമുക്ക് വ്യക്തതയോടെ അറിയാം. ജി സൈൻ തീറ്റയാണ്. എസ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന സമയം ടിയുമായിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷണലാണ്. ദാറ്റ് ഈസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ. പക്ഷേ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന സമയം ടി സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എസ് ഡിവിഷൻ ബൈ എ ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റയാണെന്ന് അറിയാമല്ലോ. അപ്പോഴത്തേക്കും ടൈം ഇവിടെ അതിനെ നമുക്ക് t2 ആയിട്ടാണ് പറയുന്നത്, 2s ഡിവിഷൻ ബൈ ജി സൈൻ തീറ്റ. സോ ദിസ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ദാറ്റ് സ്പെറിക്കൽ ബോഡി ടു സ്ലൈഡ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സി റോളിംഗ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, ഇപ്പോൾ റോളിംഗ് വരുമ്പോൾ അവൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു ദാറ്റ് ലീനിയർ മോഷൻ ദർ ഇസ് എ റൊട്ടേഷണൽ ആസ്പെക്ട്സ് ഈസ് ദെയർ. സോ ആ സമയം വരുമ്പോൾ ആക്സിലറേഷൻ മാറുകയാണ്. ഇറ്റ് ബിക്കംസ് ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഓർക്കണമേ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s ഡിവിഷൻ ബൈ ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബോഡിയുടെ നേച്ചർ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്ക്വയർ ഇൻറ്റു മാസാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന്. ഒരു റിങ്ങിൻ്റെ അതിൻ്റെ സെൻട്രൽ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വി നോ ദാറ്റ് എം ഇൻറ്റു ആർ സ്ക്വയർ, എം ക്യാൻസൽ. Therefore, we get the equation for k square by r square is equal to 1. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് വന്നാൽ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് t1. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് t2 സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ t2 സ്ക്വയർ ഡിവിഷൻ ബൈ t1 സ്ക്വയർ ഇസ് ഈക്വൽ ടു, t2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് മാറുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 2s ഡിവിഷൻ ബൈ ജി സൈൻ തീറ്റ, ദ ഡിവിഷൻ ബൈ. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ എന്താണ്, ദാറ്റ് t1 അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, 2s ഡിവിഷൻ ബൈ ജി സൈൻ തീറ്റ ഇൻറ്റു ദാറ്റ് ഈസ് 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ടാണ് കിട്ടിയത്, 1 ആണ്. ഈ ഫാക്ടറുകളെ നമ്മൾ ക്യാൻസലായി കളഞ്ഞാൽ we get the value as 1 plus 1. What is 1 plus 1? It is 2. That is 1 by 2. So we get the choice as the fourth D as the answer for the problem. So we can move with the question number 5. The distance between the sun and the earth is D. So it is given. So that is the sun and our earth is rotating. So that is separation, that is given as equal to D.
ദി ആങ്കുലർ മൊമെൻറ്റം ഓഫ് എർത്ത് എറൗണ്ട് ദ സൺ ഈസ് പ്രൊപ്പോർഷണൽ ടു. നമ്മൾ ആ ചോദ്യം അത് മനോഹരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരിക എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ആങ്കുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് സാധാരണ ഒരു പ്ലാനറ്ററി മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആങ്കുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ ക്രോസ് പി എന്ന് പറയുന്ന റിലേഷനാണ്. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആർ പി സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ടാൻജൻഷ്യലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 90 ആണെങ്കിൽ നമുക്കത് 1 ആക്കി എടുക്കാം. അങ്ങനെ ആർ ഇൻറ്റു എം ഇൻറ്റു വി ആയിട്ടെടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആർ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് ഡി ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. ദാറ്റ് എം ഇൻറ്റു വാട്ട് ഈസ് ദ വെലോസിറ്റി, അതിനെ ഒരു ഓർബിറ്റൽ വെലോസിറ്റിയുടെ പ്ലാനറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ അത് √GM/d അല്ലേ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ എൽ എന്ന് പറയുന്നത് ആങ്കുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഡിയുമായിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു 1/√d ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു d/d raised to half. That is d raised to 1 minus half. So that means L is proportional to d raised to half. That is √d. So that is the answer. So A is the choice. So we can move with the next one. Number 2019. The radius of gyration about an axis through the center of a hollow sphere with the external radius A and internal radius B is. അപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മളൊരു തിന്നായിട്ടുള്ള ഒരു ഹോളോ സ്ഫിയർ എടുത്താൽ അതിൻ്റെ ആക്സിസിലൂടെ നമ്മൾ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ 2/3 എം ഇൻറ്റു അതിൻ്റെ റേഡിയസ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ആ സ്പെറിക്കൽ ഷെല്ലെന്ന് പറയുമ്പോൾ ഒരു തിൻ മാസ് മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഇവിടെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അവനൊരു തിക്കായിട്ടുള്ള മെറ്റീരിയൽ ഈസ് ദെയർ. എന്നിട്ട് അതിൻ്റെ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു കാര്യം, അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റേഡിയസ് എയും ഇൻറ്റേർണൽ ആയിട്ടുള്ള റേഡിയസ് ബിയും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഈ ഒരു സ്പെറിക്കൽ ഷെൽ മാതിരി ഇരിക്കുന്ന അതിൻ്റെ മാസിനെ പറ്റി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം അതിന് എം എന്നാണ് നമ്മൾ പറയാം. 2, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അറിയാം അല്ലേ. സോളിഡ് സ്പിയറിൻ്റെ വീണ്ടും അതിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം 2/5 m/r² എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൻ്റെ കൂടെ കണ്ടുപിടിക്കുവാൻ വേണ്ടി എ റേഡിയസ് ഉള്ള ഒരു സാധാരണ സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് ബി റേഡിയസ് ഉള്ള ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്പിയർ മൈനസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബി sphere, that will give the moment of inertia about the axis. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് റേഡിയസ് ഓഫ് ജൈറേഷൻ അല്ലേ. അപ്പോൾ ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മാസ് ഇൻറ്റു അവൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ സ്ക്വയർ ആകുമ്പോൾ അത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയില്ലേ. അപ്പോൾ നമ്മളുടെ എയിം എന്ന് പറയുന്നത് എം, ഐ എ, ഐ ബി ഇവ കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഐ എ എന്ന് പറയുന്നത്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഡയമീറ്ററാണ്. എ റേഡിയസ് ഉള്ള ഒരു സ്പിയറിൻ്റെ സിമ്പിളായിട്ട് നമുക്കറിയാം. പക്ഷെ അവിടെ മാസ് എടുക്കുമ്പോൾ മാത്രം ഓർക്കണേ, ആ എ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ആ ബിഗർ വണ്ണിൻ്റെ ടോട്ടലായിട്ടുള്ള എന്നുവെച്ചാൽ ഫുള്ളി മെറ്റീരിയൽ ഉള്ള മാസാണ് എം എ എന്ന് പറയുന്നത്, ഓർക്കുക. സോ ദാറ്റ് മച്ച് ഇൻറ്റു എ സ്ക്വയർ. അതേപോലെ ബിയുടേത് നമ്മൾ എഴുതുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് മാസ് ഓഫ് ബി ഇൻറ്റു ബി സ്ക്വയർ, കെ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് എം. അപ്പോൾ നമുക്കിവിടെ ചോയ്സസ് എല്ലാം എയും ബിയുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടത് ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവിഷൻ ബൈ വോളിയത്തിലേക്ക് നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ സോ എം എന്ന് പറയുന്നതിനെ നമുക്കെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം?
ഇവിടെ വരുമ്പോൾ അത് സ്പെറിക്കൽ ഷെൽ മാത്രമായതുകൊണ്ട് ഷെൽ അല്ലാത്ത ബിഗറായിട്ടുള്ള എയർ റേഡിയസ് ഓഫ് വോളിയത്തിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മാസ് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് ഈ എമ്മിനെ എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദാറ്റ് ഈസ് 4/3 പൈ ഇൻറ്റു ദാറ്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇൻറ്റു ദാറ്റ് ഡെൻസിറ്റി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് എയുടേത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 4/3 പൈ എ ക്യൂബ് ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ദാറ്റ് മച്ച് ഇൻറ്റു എ സ്ക്വയർ. അതേപോലെ നമുക്ക് ബിയുടേതും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബി ക്യൂബ് ഇൻറ്റു റോ ഇൻറ്റു എസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ, see here we can say that a cube minus b cube into k square, k ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2/5 a raised to 5, 2/5 രണ്ട് ടേമിലും കോമൺ ആണ്, minus b raised to 5. So we get the equation for k square is equal to 2/5 a raised to 5 minus b raised to 5 by a cube minus b cube. So k is equal to root of 2/5 a raised to 5 minus b raised to 5 by that a cube minus b cube. That is the answer. So നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് we get for the answer as that D choice. നല്ലൊരു ക്വസ്റ്റ്യനാണ് അത്. നന്നായിട്ട് കേട്ട് ഒരിക്കൽ ചെയ്ത് നോക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്പർ 7, 2019 ചോദിച്ച വളരെ ഗുഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2019 വളരെ ഒരുവിധം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1-2 ഈ ചാപ്റ്ററിൽ അന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ടാക്കാം. A ball of mass 1 kilogram, radius 0.5, starting from rest, roll down on a 30-degree inclined plane. The torque acting on the ball at a distance of the 7 meter from the starting point. അപ്പോൾ നമുക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ കൺസെപ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നു. 7 മീറ്റർ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദ ടോർക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് m/a എന്ന് നമ്മൾ പറയുമ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് I/α ആണെന്ന് നമുക്കറിയാം. So we can substitute the torque is nothing but equal to the moment of inertia into angular acceleration. റോളിംഗ് ബോഡിയുടെ ആങ്കുലർ ആക്സിലറേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ ഇതാണ്, A is equal to R∝. That means we can replace that alpha by that A division by R. അപ്പോൾ എന്താണ് ഈ I എന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സോളിഡ് സ്ഫിയർ ആണ്. 2/5 m/r² അല്ലേ, into 1/r into what is A? That is acceleration along the inclined plane. That is g sin theta by 1 plus k square by r square അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് കൃത്യതയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. So that is equal to, so here the 2/5 into the mass is given as 1, the radius as 1/2, the acceleration as 10, the sin 30 as 1/2, the division by 1 plus what is k square by r square. ചിന്തിക്കണേ, ഒരു സോളിഡ് സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ജൈറേഷനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ അത് 2/5 mr² ആണെങ്കിൽ എമ്മും ക്യാൻസൽ ആയാൽ we get the value as k square by r square is equal to 2/5. സോ അത് എപ്പോഴും നാച്ചർ ഓഫ് ദ ബോഡി സെൻസ് ചെയ്യുന്ന ഒരു റിലേഷനാണ്. സോ നമുക്കവിടെ 2 നമുക്ക് ക്യാൻസൽ ആക്കി കൊടുക്കാം. 5 2 ആയിട്ട് മാറും, 2 ഉം ക്യാൻസലായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 2/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7/5. അപ്പോൾ 5/7 ആണ് ആൻസർ. വി ക്യാൻ സോൾവ് ഇറ്റ് ടു ബി അറൗണ്ട് 0.7
Newton meter. So the second choice is the answer. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്പർ 8. വീണ്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആൻഗുലാർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലുക്ക്, ദ റേഡിയസ് ഓഫ് ദ എർത്ത് സഡൻലി ഡിക്രീസസ് ബൈ. അപ്പോൾ രണ്ടാമത്തെ കേസിലെ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ദെൻ ദ ടൈം ഡ്യൂറേഷൻ ഓഫ് ദ ഡേ, 1 day എന്ന് പറയുമ്പോൾ ടൈം പീരീഡിന് എന്ത് വ്യത്യാസപ്പെട്ടു എന്നാണ് ചോദ്യം. നമുക്കറിയാം അതിൻ്റെ ആക്സിസിലുള്ള റൊട്ടേഷൻ, അത് ദ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ഫോർ 1 complete revolution about its own axis, that is called 1 day as 24 hour. അപ്പോൾ 24 മണിക്കൂറുള്ള ആ ടൈം പീരീഡ് എന്തുമാത്രം മാറി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് കൺസർവേഷൻ ഓഫ് ആൻഗുലാർ മൊമെൻറ്റം. വി നോ ഫോർ ദ സിറ്റുവേഷൻ ആസ് I1 omega 1 should equal to I2 omega 2. So that is a very important one. എന്താണ് I1 എന്ന് പറയുന്നത്? അപ്പോൾ RE ആണ് അവൻ്റെ റേഡിയസ് ഓഫ് എർത്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2/5 m into RE². ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 2π/, ഒമേഗയെ ടൈം പീരീഡുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം 2π/t ഇൻറ്റു എന്താണ് I2. നമുക്ക് രണ്ടാമത്തെ കേസിൽ വ്യത്യാസപ്പെടുന്നത് റേഡിയസിനാണ് അല്ലേ. ആ റേഡിയസ് എന്തായിട്ട് മാറുന്നു? RE/2 ആയിട്ട് മാറുന്നു. നമുക്ക് ആ സമയത്തുള്ള ടൈം പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് T dash. ലുക്ക് ദ വെരി ഇമ്പോർട്ടൻറ്റ്. Yes, so we can cancel them. That means here we get the value as 1/t is equal to, that is 1/2 square has become 4 into T dash. That is 4T dash is equal to 4T dash. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T dash ആണ്. So T dash is equal to T/4. സാധാരണ ഒരു ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. അത് 24/4 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് 6 hours ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ ദാറ്റ് മീൻസ് A as the ആൻസർ. അപ്പോൾ എപ്പോഴും ഓർക്കണം, എക്സ്റ്റേണൽ ആയിട്ടൊരു ടോർക്ക് ആക്ട് ചെയ്തില്ലെങ്കിൽ ആൻഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. 2019 9th question. A hollow sphere and a solid sphere of equal mass. So mass of hollow sphere-ഉം solid sphere-ഉം സെയിം ആണ്. ഈക്വൽ റേഡിയസ്. So radius of H is equal to radius of solid sphere. Roll down without slipping. So rolling motion ആണ് along the inclined plane. The torque experienced by the hollow sphere and solid sphere എന്ന് പറയുന്നത് it is a tau H and tau S ആണെങ്കിൽ, അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിക്കാനുള്ളത് സൂക്ഷ്മതയോടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ tau H/tau S നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം I ആൽഫയാണ് അല്ലേ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ I for the hollow, that division by that I for that solid sphere, alpha for the solid sphere. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. എ എന്ന് പറയുന്നത് R-ആൽഫയാണെന്ന് നമുക്കറിയാമല്ലോ. ദെൻ അതോടൊപ്പം ആൽഫയ്ക്ക് പകരം നമുക്ക് A/R എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ട പോയിന്റ് ഓർക്കണേ, എ എന്ന് പറയുന്നത് G sin θ/1 + k²/r² ആണ്. അപ്പോൾ അത് സോളിഡ് സ്പിയറിന് വരുമ്പോൾ നമുക്കറിയാം അത് k²/r² എന്ന് പറയുന്നത് 2/5 ആണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കോഎഫിഷ്യൻ. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഹോളോ സ്പിയറിന് വരുമ്പോൾ ഓർക്കണേ ദാറ്റ് k²/r² എന്ന് പറയുന്നത് 2/3 ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദ ഹോളോ സ്പിയർ എന്ന് പറയുന്നത് മാസും റേഡിയസും ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് റെപ്രസെൻ്റ് ചെയ്തേക്കാം. 2/5 mr² ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് A/R ആണ് അല്ലേ. സോ ആക്സിലറേഷൻ that of the hollow sphere division by the radius, the division by എന്താണ് for the solid sphere, again
സോറി ഹോളോസ്ഫിയർ വരുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ശ്രദ്ധിക്കണേ, അത് 2/3 ആണ്. ദെൻ ഫോർ ദ സോളിഡ് സ്ഫിയർ 2/5 mr² ഇൻറ്റു വീണ്ടും ആക്സിലറേഷൻ ഓഫ് ദ സോളിഡ് സ്ഫിയർ ബൈ r. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാസും റേഡിയസും ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് പോയാൽ 5/3 ഇൻറ്റു AH/AS എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 ഇൻറ്റു വാട്ട് ഈസ് AH? G sin theta by 1 plus for the holosphere what is the k square by r square, that is 2/3 by AS. What is AS? G sin theta by 1 plus k square by r square. ആരുടെ k square by r square ആണ്? സോളിഡ് സ്ഫിയറിൻ്റെ ആണ്. അത് 2/5 ആയിട്ട് നമുക്ക് എഴുതാം. G sin theta ക്യാൻസലാണ്. സോ 5/3 ഇൻറ്റു ഇതെന്താണ്? 5 + 2 as 7/5 ആയിട്ട് മാറി അല്ലേ. ഇതെന്താണ്? 3 + 2 5/3 ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ലുക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അത് 5 ക്യാൻസൽ, 3 ക്യാൻസൽ. സോ 7/5 ആണ് ടോ എച്ച് ബൈ ടോ എസ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ന്യൂമറേറ്റർ അവിടെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ holosphere is greater compared to the solid sphere. So that is the concept here. We can move with the question number 10th one, 2018 ചോദിച്ചത്. From a circular cardboard of uniform thickness and mass m, a square disk of maximum possible area is cut. If the moment of inertia of the square with the axis of rotation at the center and perpendicular to the plane of the disk is ma²/6, then the radius of the circular cardboard is. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സർക്കുലർ കാർഡ്ബോർഡ് ഉണ്ട്. അപ്പോൾ ആ സർക്കുലർ കാർഡ്ബോർഡിൽ നിന്ന് എ സ്ക്വയർ ഓഫ് മാക്സിമം പോസിബിൾ ഏരിയ, ദാറ്റ് ഈസ് വി നീഡ് ടു കട്ട് ഇറ്റ് ഫ്രം ഇറ്റ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു m × a²/6. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, ഇപ്പോൾ എൽ സൈഡുള്ള ഒരു സ്ക്വയർ ആണെന്നിരിക്കട്ടെ, ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? നമുക്കറിയാമെന്നുള്ള കാര്യം ml²/12 ഒരു സൈഡിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് അനദർ വൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി റൈറ്റ് as 2 × ml²/12 ആണ്. എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ml²/6 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ma²/6 എന്ന് പറയുന്നത് ml²/6 ആകുമ്പോൾ നമുക്ക് സൈഡ് എന്ന് പറയുന്നത് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എ എന്നല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ? ഇത് ഡയമീറ്റർ അല്ലേ, പക്ഷെ ആ സ്ക്വയറിൻ്റെ ഡയഗണൽ അല്ലേ? ആ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2a അല്ലേ? അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണലിൻ്റെ വാല്യൂ ബൈ 2 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2a, ദ ഡിവിഷൻ ബൈ 2. So that is equal to a by √2. That is our answer become, that is second choice. So we can move with the question number 11. A thin ring of mass small m and the radius r, that is rotating about its axis perpendicular to the plane of the ring with the constant angular velocity. So we can think as omega. 2 point particles, each of mass m, are attached gently to the opposite ends of the diameter of the ring. രണ്ടാമത്തെ കേസിൽ എടുക്കുമ്പോൾ ഈ എം മാസിനോടൊപ്പം ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ക്യാപിറ്റൽ എം മാസുള്ള രണ്ട് മാസസ് കൂടെ വെച്ചു.
The ring now rotates with an angular velocity omega by 2. So ആ സമയത്തുള്ള ഒമേഗ ബൈ 2 ആണ് ആംഗുലാർ വെലോസിറ്റി എങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കൺസെപ്റ്റാണ് വീണ്ടും ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫോർ ദ ടു സിറ്റുവേഷൻസ് I1 omega 1 ഷുഡ് ഈക്വൽ ടു I2 omega 2. ആദ്യത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയതുകൊണ്ട് mr² എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം രണ്ട് കോൺട്രിബ്യൂഷൻസ് അവിടെ വരികയാണ്. ഒന്ന് റിങ്ങിൻ്റെ തന്നെ mr² ആണ്, പക്ഷേ അതോടൊപ്പം തന്നെ ആ റേഡിയസിൽ രണ്ട് മാസസ് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2m × r² ആയിട്ട് നമുക്ക് എടുക്കാം. It is given as angular velocity becomes omega by 2. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ആദ്യം r² നമുക്ക് എല്ലാ ടൈമിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഒമേഗ ആയിട്ട് ക്യാൻസൽ ചെയ്താൽ എം എന്ന് പറയുന്നത് ഹിയർ എം പ്ലസ് 2m ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം ദാറ്റ് മച്ച് ഇൻ ടു ബൈ 2 ആണ് അല്ലേ, 1/2. അപ്പോൾ 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്മോൾ എം ബൈ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈ എമ്മിനെ കൂടെ ഇപ്പുറത്ത് വന്നാൽ 2m മൈനസ് എം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാപിറ്റൽ എം. ദാറ്റ് ഈസ് സ്മോൾ എം ഈസ് ഈക്വൽ ടു 2m. സോ വി ക്യാൻ സേ നമ്മുടെ എയിം എന്ന് പറയുന്നത് small m by capital M ആണ്. That is equal to 2. So our answer become be the second choice. 12th question. Look, a wheel rotating at 12 revolutions per second, that means the frequency is given as is equal to 12 rps, is brought to rest in 6 seconds. The average angular deceleration in radian per second of the wheel during this process is average angular deceleration. നമുക്ക് ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ഇൻറ്റു ടി. സോ ആൽഫ എന്ന് പറയുന്നത് ഒമേഗ ടി മൈനസ് ഒമേഗ 0 ബൈ ടി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഹിയർ. അപ്പോൾ ബ്രോട്ട് ടു റെസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഇനിഷ്യൽ വാല്യൂ ഫ്രീക്വൻസിയുടെ രൂപത്തിലായതുകൊണ്ട് നമുക്ക് 2π × 12 എന്നെടുക്കാം. അത് സംഭവിച്ച ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 6 സെക്കൻഡ്സ്. സോ 6 ഇറ്റ് ബിക്കംസ് മൈനസ് 4π that much radian by second square. So that means we can say A as the answer. We can move with the question number 13th. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ലുക്ക്, എ ടോർക്ക് of 1 Newton meter is applied to a wheel at rest. After 2 seconds, the angular momentum is L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആംഗുലാർ മൊമെൻറ്റവും ടോർക്കുമായിട്ടൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നാണ്. നമുക്കൊരു സിമ്പിൾ റിലേഷൻ അറിയാവുന്നത് എൽ എന്ന് പറയുന്നത് ഐ ഒമേഗയാണ്. പക്ഷേ ഇവിടെ ഒമേഗ കോൺസ്റ്റൻ്റ് അല്ല, കാരണം റെസ്റ്റിലൊന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഐ ഇൻറ്റു ഒമേഗ ടി എന്ന് നമുക്ക് കൊടുക്കാം. നമുക്കറിയാം ദാറ്റ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു വാട്ട്, ഒമേഗ 0 പ്ലസ് ആൽഫ ഇൻറ്റു ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ ഇനിഷ്യൽ ആയിട്ടുള്ള അവൻ റെസ്റ്റിൽ പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ടോർക്കുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരമായിട്ട് ടോ ഡിവിഷൻ ബൈ ഐ ഇൻറ്റു ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഐയും അവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ടോ ഇൻറ്റു ടി ആയിട്ടാണ് കിട്ടിയത്. എന്താണ് ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നത്? 1 ആണ്. എത്ര സമയം കൊണ്ടാണ്? 2 സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ വാല്യൂ ഫോർ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് 2 ആയിട്ട് മാറി. സോ സി എസ് ദി ആൻസർ ഫോർ. സോ വി ഗെറ്റ് ദ ആൻസർ തേർഡ് ചോയ്സ്. We can move with the 14th question.
two objects P and Q initially at rest move towards each other under mutual force of attraction. At the instant when the velocity of P is v and that of Q is 2v, the velocity of center of mass of the system is. So that is a very important one. Look, അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിളും മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, അവ മൂവ് ചെയ്യുന്നത് മ്യൂച്വൽ അട്രാക്ഷനിലൂടെയാണ് എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സാണ്. പക്ഷേ നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് മോഷൻ എന്ന് പറയുന്നത് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റേർണൽ ഫോഴ്സസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ സേ ഇ എസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 15. A body rolls down an inclined plane. If its kinetic energy of rotation is 40% of kinetic energy of rotation is 40% of the kinetic energy of translation. 40% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.4 എന്ന് പറയുമ്പോൾ 2/5. എന്താണ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ബൈ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 12I² ആണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ബൈ 12m×v² ആണ്. നമുക്ക് ഐയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ബിക്കം m×k². ഒമേഗ എന്ന് പറയുന്നത് v²/r² നമ്മൾ മാറ്റിയാൽ നമുക്ക് അവിടെ നിന്ന് mv² നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആ റേഷ്യോ എന്ന് പറയുന്നത് k²/r² ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് ഫ്രം ദിസ് ദ ക്വസ്റ്റ്യൻ KR/KT എന്ന് പറയുന്നത് 2/5 ആണ്. എന്ന് വെച്ചാൽ k²/r² എന്ന് പറയുന്നത് 2/5 ആയിട്ട് നമുക്ക് കിട്ടും. എന്താണ് 2/5 എന്ന് പറയുന്നത്? യെസ്, നമുക്ക് 2/5 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് തന്നെ ഒരു സോളിഡ് സ്പിയറിൻ്റെ k²/r² അല്ലേ? കാരണം നമ്മൾ സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2/5mr² ആണ്. അത് m×k² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് k²/r² വാല്യൂ എന്ന് പറയുന്നത് 2/5 ആയിട്ട് നമുക്ക് കിട്ടും. സോ ഡി ഇസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. സോ ഡിയർ സ്റ്റുഡൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതിലെ മാക്സിമം MCQ നിങ്ങൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 5 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് +1 നിന്ന് വളരെ ഈസിയോടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈസിനെസ് നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഈസിയോടെ ചെയ്യാൻ പറ്റൂ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.